ഓക്കെ. ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ബദ്രൂസ് വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേര് എന്നോട് ഇങ്ങനെ ഹോം ടൂറൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനലല്ല, എനിക്ക് വേറൊരു ചാനലുണ്ട്. അപ്പോൾ ഞാൻ ഇതിലും ആ വീഡിയോ ഇടാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ക്വാർട്ടേഴ്സാണ്. അപ്പോൾ നമ്മളെവിടെ ഇരിക്കുന്നത് അതാണല്ലോ നമ്മുടെ വീടില്ലേ. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി. അപ്പോൾ സാധനങ്ങൾ ശരിക്കും ഒന്ന് ഒതുക്കി വെക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ള സമയം കൊണ്ടൊക്കെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങോട്ട് ഇടുകയാണ്. പിന്നെ എനിക്ക് റബ്ബർ തോട്ടത്തിൽ പണിയൊക്കെ ഉണ്ട്, പാലെടുക്കാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള സമയത്തിൽ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടതാണ്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കാതെ. അപ്പോൾ ഒരു ചാനലിട്ടു, അതിലൊരു വിജയമൊന്നുമില്ല കേട്ടോ. എപ്പോഴും വാച്ചവറൊക്കെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിലും ശരിക്കും വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാല്ലാ വീഡിയോ ഒക്കെ ഇടണം. അപ്പോൾ അതിന് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സപ്പോർട്ട് സഹകരണമൊക്കെ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്. ഇവിടെ മൊത്തം 13 ക്വാർട്ടേഴ്സ് ഉണ്ട്. താഴെ 7 എണ്ണം ഉണ്ട്, മുകളിൽ 6 എണ്ണം. അപ്പോൾ പണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. പുതിയ ക്വാർട്ടേഴ്സാണ്, പണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ പുതിയ വീട്ടിലൊക്കെ പോയി ഇരിക്കുന്നത് പോലെയാണ് കേട്ടോ. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടൊക്കെ കുറച്ച് ദിവസമൊക്കെ ആയി. അപ്പോൾ സാധനങ്ങൾ ശരിക്കും ഒന്നും നമ്മളൊന്നും ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് 1 മാസത്തോളം വീട്ടിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ശരിക്കും ഒന്ന് ക്ലിയറായി അടുക്കി പെറുക്കി വെക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു സിറ്റ് ഔട്ടും പിന്നെ ഒരു ഹാള്, 2 ബെഡ്റൂം, 2 ബെഡ്റൂമിലും തന്നെ ബാത്റൂമൊക്കെ ഉണ്ട്. പിന്നെ അടുക്കള, ഒരു വർക്ക് ഏരിയ. വിറകടുപ്പൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഗ്യാസിൽ തന്നെയാണ് എല്ലാം വെക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. ആ ഒരു ബെഡ്റൂമിൽ കബോർഡൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ബെഡ്റൂമിൽ, അത് 2 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിലാണ് കേട്ടോ കബോർഡുള്ളത്. കബോർഡുണ്ട്, മുകളിൽ ഇങ്ങനെ തട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബെഡ്റൂമിൽ കബോർഡില്ല, അതുപോലെ മുകളിൽ ഇങ്ങനെ തട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ കബോർഡാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ബെഡ്റൂമിലെ ബാത്റൂം കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുളിക്കുന്നതൊക്കെ ഇതിനകത്ത് വന്നിട്ടാണ് കേട്ടോ. ഈ ബാത്റൂമിൽ ഞങ്ങളൊക്കെ കുളിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഹാളിൽ നിന്ന് നേരെ പോണത് പിന്നെ അടുക്കളയിലേക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് എടുത്ത് വെക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉള്ള സമയം കൊണ്ടൊക്കെ പെട്ടെന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടിയിട്ട് ഇതിൻ്റെ മീതെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വലിച്ച് വാരിയിടണ്ടാലോ എന്ന് വെച്ചിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിനിപ്പോൾ അധിക കാലമൊന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. നമ്മൾ നമ്മളുടെ റബ്ബറിൽ നമുക്കൊരു ചെറിയൊരു ക്വാർട്ടേഴ്സ് ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് താമസം മാറും. ഇപ്പോൾ പറഞ്ഞാൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടികളൊന്നും അങ്ങോട്ട് പോകില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വർക്ക് ഏരിയ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പഴയ ഫ്രിഡ്ജാണ്. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ സിലിണ്ടർ വരുന്നത് ഇവിടെ ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ കേട്ടോ. നമുക്കൊരു വീട് മാറുമ്പോൾ അറിയാലോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാം ഇനി ഓരോ ഭാഗത്തൊക്കെ ഒതുക്കി വെക്കണം. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇന്നവിടെ വെക്കാമെന്ന് പ്ലാൻ വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അതെടുത്ത് ഒതുക്കാനും പെറുക്കാനും വെക്കാനൊക്കെ നിൽക്കണ്ട. അല്ലാതെ ഒരു ദിവസം തന്നെ എല്ലാം കൂടെ എന്നെ കൊണ്ട് ചെയ്യാനൊന്നും കഴിയില്ല. പിന്നെ ഇത് പുറകു വശമാണ്. അപ്പോൾ ഇതാ എല്ലാവർക്കും ഓരോ അലക്കുകല്ലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പുറകു വശത്ത് ഫുള്ള് കട്ട പതിച്ചിട്ടുണ്ട് കേട്ടോ, നിലത്തൊക്കെ കട്ട പതിച്ചിട്ടുണ്ട്. ചെറിയൊരു ഫാമിലിക്ക് ശരിക്കും നല്ലപോലെ താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ക്വാർട്ടേഴ്സാണ് കേട്ടോ ഇത്. പിന്നെ വിറകടുപ്പ് കത്തിക്കാൻ പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കാശ് കൊടുത്ത് വിറക് മേടിച്ച് കത്തിക്കുന്നവർക്കാണെങ്കിൽ ആ പൈസ ഉണ്ടെങ്കിൽ ഗ്യാസ് നിറച്ച് കത്തിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ ഭാഗങ്ങളിൽ പറഞ്ഞാൽ അങ്ങനെ പൈസ കൊടുത്ത് വിറക് മേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ റബ്ബർ തോട്ടങ്ങളും കാടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിറകൊക്കെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് തന്നെ എവിടെ പോയാലും ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഹാളിൽ ഒരു കർട്ടനൊക്കെ ഇനി തെച്ചിടണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ മറച്ച് വെച്ചിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഒരു വീടൊക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് വേണ്ടിയിട്ടൊക്കെ ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്യണം കേട്ടോ. സ്വന്തമായിട്ട് വീടെന്ന സ്വപ്നം എന്ന് പറഞ്ഞ് നടക്കുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുമാർ എനിക്ക് ഈ യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പോൾ റബ്ബ് അവർക്കെല്ലാം ഇതുപോലെ നല്ലൊരു വീടൊക്കെ വെച്ചിരിക്കാനുള്ള ഭാഗ്യമൊക്കെ നൽകട്ടെ അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളുടെ ദുആയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.